ഹായ് മക്കളെ, CUET-UG 2026 കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് നിങ്ങൾ +2 ശേഷം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും എഴുതിയിരിക്കേണ്ടുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷനാണ് CUET-UG. ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അവസാനം വരെ കാണുക. എക്സാമിൻ്റെ പാറ്റേൺ, സിലബസ്, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടോ, അതിൻ്റെ മാർക്കിംഗ് സ്കീം എങ്ങനെയാണ്, അതുപോലെ എങ്ങനെയാണ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക, ഏറ്റവും മികച്ച കോഴ്സുകളും യൂണിവേഴ്സിറ്റികളും ഏതൊക്കെയാണ്, അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്, അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുക. നമ്മൾ കൂടുതൽ മുഖവുരകളില്ലാതെ ഡയറക്റ്റ്ലി നമ്മൾ വീഡിയോയിലോട്ട് പോവുകയാണ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ വൺ എക്സാം മെനി ഓപ്പർച്യൂണിറ്റീസ്, CUET-UG എക്സാം എഴുതുന്നത് വഴി നിരവധിയായിട്ടുള്ള അവസരങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, മെഡിക്കൽ പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള നീറ്റ് എക്സാം, അതുപോലെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ JEE എക്സാം തുടങ്ങിയിട്ടുള്ള ദേശീയ പ്രാധാന്യമുള്ള എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്ന അതേ NTA തന്നെയാണ്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിലുള്ള ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എക്സാം ഓർഗനൈസിങ് ബോഡിയാണ്. അതേ NTA തന്നെയാണ് CUET എക്സാമിനേഷനും കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സംഘടിപ്പിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ദേശീയ തലത്തിൽ നടത്തപ്പെടുന്ന ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു എൻട്രൻസ് എക്സാമിനേഷനാണ് CUET-UG എന്ന് പറയുന്നത്. ഈ ഒരൊറ്റ എക്സാമിനേഷൻ എഴുതുന്നത് വഴി 280ഓളം വരുന്ന ദേശീയ പ്രാധാന്യമുള്ള ദേശീയ സ്ഥാപനങ്ങളിലോട്ടാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക. അതിൽ 45ലധികം വരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനോടൊപ്പം ഐക്കർ പോലെയുള്ള അഗ്രികൾച്ചറിലും അലൈഡ് കോഴ്സിനും വേണ്ടിയിട്ടുള്ള ഐക്കർ പോലെയുള്ള ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ 1,00,000-ലധികം വരുന്ന സീറ്റുകളാണ് ഈ ഒരൊറ്റ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക. CUET എക്സാമിനേഷൻ എന്തുകൊണ്ട് നിങ്ങൾ എഴുതണം, അതിൻ്റെ പ്രാധാന്യം എന്താണ്, ഓൾ ഇന്ത്യ ലെവലിൽ ദേശീയ തലത്തിൽ എത്ര വിദ്യാർത്ഥികളാണ് CUET എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് നീറ്റ് എക്സാം, CUET എക്സാം, അതുപോലെ JEE എക്സാമിനേഷൻ്റെ ഒരു കോമ്പറ്റീഷൻ ലെവലാണ്. എത്ര വിദ്യാർത്ഥികളാണ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എഴുതുന്ന പ്രവേശന പരീക്ഷയാണ് മെഡിക്കൽ പ്രവേശനത്തിന് വേണ്ടിയുള്ള നീറ്റ് എക്സാമിനേഷൻ. ഏതാണ്ട് 22 ലക്ഷം വിദ്യാർത്ഥികളാണ് ഈ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്നത്. നീറ്റ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവേശന പരീക്ഷയാണ് CUET എക്സാം. 15 ലക്ഷം വിദ്യാർത്ഥികളാണ് CUET എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. CUET എക്സാമിനേഷൻ കഴിഞ്ഞു മാത്രമാണ് JEE, ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ, എഞ്ചിനീയറിംഗിന് വേണ്ടിയിട്ടുള്ള JEE പോലും വരുന്നത് എന്നുള്ളതും കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. 15 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതുന്ന CUET എക്സാമിനേഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 ലക്ഷം സീറ്റുകൾ മാത്രമാണ് മുഴുവൻ കോളേജുകളിൽ ആകെ കോഴ്സുകളിലായിട്ടുള്ളത്. അപ്പം ഒരു എക്സാമിനർ എക്സാമിന് ക്വസ്റ്റ്യൻ ഇടുന്ന ഒരു എക്സാമിനർ ചിന്തിക്കുക, 15 ലക്ഷം വിദ്യാർത്ഥികൾ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് 1 ലക്ഷം സീറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ അതിൽ 14 ലക്ഷം വിദ്യാർത്ഥികളെ എങ്ങനെ ആ ഒരു എക്സാമിനേഷൻ വഴി പുറത്താക്കുക എന്നുള്ളതായിരിക്കും. ആ ഒരു രീതിക്കായിരിക്കണം നമ്മൾ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതും പ്രിപ്പയർ ചെയ്യേണ്ടതും എന്ന് മനസ്സിലാക്കുക. ഇനി ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യമായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയാണ്. നാഷണൽ ക്യാപിറ്റൽ സ്ഥിതി ചെയ്യുന്ന ഡൽഹി യൂണിവേഴ്സിറ്റിയാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഏകദേശം ഒരു യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിലും 90ലധികം വരുന്ന ഡൽഹി NCRൽ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന 90ലധികം വരുന്ന നോർത്ത് സൗത്ത് ഓഫ് ക്യാമ്പസുകളിലായി 90ലധികം കോളേജുകൾ ഡൽഹി യൂണിവേഴ്സിറ്റി കണ്ടറിൽ വരുന്നുണ്ട്. അതുപോലെ JNU വരുന്നുണ്ട്. അതുപോലെ ജാമിയ മിലിയ ഇസ്ലാമിയാണ്. JNUവും ജാമിയ മിലിയ ഇസ്ലാമിയയും ന്യൂഡൽഹിയിൽ തന്നെയാണ്, ഡൽഹിയിൽ തന്നെയാണ്. പിന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയാണ്, വാരണസിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. അതുപോലെ ഭാഷകൾക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി ഹൈദരാബാദാണ്. അതുപോലെ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിൽ തന്നെയാണ്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, അതുപോലെ IGNTU ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റിയും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളത്തിലുള്ള ഏക സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. കാസർഗോഡ് പെരിയയിലാണ് അതിൻ്റെ ഒരു ഓഫ് ക്യാമ്പസ് തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കോട്ടയത്തും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ഒരു ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയാണ്. നിങ്ങൾ സോഷ്യൽ സയൻസ് ഒക്കെ പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന BSW അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് കോഴ്സുകൾ പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് TISS, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി. അപ്പം ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത്. നിങ്ങളിവിടെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിവിടെ ജാമിയ മിലിയ ഇസ്ലാമിയയും അതുപോലെ തന്നെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയും
അതിൻ്റെ പേരിന് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ചെറിയൊരു കളർ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഞാനീ പറഞ്ഞത് ഡൽഹി യൂണിവേഴ്സിറ്റി ആവട്ടെ, JNU ആവട്ടെ, അതുപോലെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആവട്ടെ, ഇഫ്ലു ആയിക്കോട്ടെ, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, ബാക്കിയുള്ള എല്ലാ യൂണിവേഴ്സിറ്റീസും CUT എക്സാം വഴിയാണ് കുട്ടികളെ അഡ്മിഷൻ എടുക്കുന്നത്. അതുപോലെ തന്നെ ജാമ്യയുടെയും ജാമ്യ മിലിയ ഇസ്ലാമിയ, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി പ്രധാനപ്പെട്ട ഭൂരിഭാഗം കോഴ്സുകളും അവർ തന്നെ കണ്ടക്ട് ചെയ്യുന്ന സെപ്പറേറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ വഴിയാണ് അവർ അഡ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ടോപ്പ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇനി എന്തുകൊണ്ട് നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒരു സെപ്പറേറ്റ് സെഷൻ, സെപ്പറേറ്റ് വീഡിയോ നമുക്ക് ചെയ്യാം. നമ്മളുടെ നോക്കി പോവാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരുടെ ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള, ഒരുപാട് ആർട്ടിക്കിൾസ് കാര്യങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള, ഫോറിൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ PhD ചെയ്തിട്ടുള്ള അത്തരം പ്രഗത്ഭരായിട്ടുള്ള പ്രൊഫസർമാരിൽ നിന്ന് നേരിട്ട് ക്ലാസ്സുകൾ കേൾക്കാനുള്ള ഒരവസരമാണ്. അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷനാണ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത്തരം സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റികൾക്ക് റാങ്കിങ് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇന്ത്യയിൽ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റാങ്കിങ് ഫ്രെയിംവർക്കിൻ്റെ NIRF എന്ന് പറയുന്ന സംവിധാനം, അതുപോലെ തന്നെ IIRF, പിന്നെ ലോകത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റികൾക്ക് റാങ്കിങ് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് QS വേൾഡ് റാങ്കിങ്, അതുപോലെ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ റാങ്കിങ്. ഇത്തരം റാങ്കിങ് ഫ്രെയിംവർക്കുകളിലൊക്കെ ടോപ്പിലുണ്ടാവുക ഞാൻ ഈ പറഞ്ഞ സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടും നിങ്ങളൊരു ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസമാണ് നിങ്ങൾ അഭ്യസിക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ടോപ്പ് റാങ്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ അഫോർഡബിളായിട്ട് വളരെ ചുരുക്കം, വളരെ തുച്ഛമായിട്ടുള്ള ഫീസ് നിങ്ങൾക്ക് പഠിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിൻ്റെ പ്രത്യേകത. അതായത് അക്കാഡമിക്കും അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു കോമ്പൗണ്ടിനകത്ത് തന്നെ റീഡിംഗ് റൂമും ലൈബ്രറിയും ക്യാൻറ്റീനും അതുപോലെ തന്നെ ബാങ്കിങ് സംവിധാനങ്ങളും ഹോസ്പിറ്റൽ ഫെസിലിറ്റീസും തുടങ്ങി ശീതീകരിച്ച ക്ലാസ് മുറികളും തുടങ്ങി നിരവധിയായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഫെസിലിറ്റീസുമാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ ഒരുപാട് സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള, നിങ്ങളൊരു ക്ലാസ്സിൽ നിങ്ങളിരിക്കുന്ന സമയത്ത് അതൊരു മിനി ഇന്ത്യ ആയിരിക്കും നിങ്ങളോടൊപ്പം ഉണ്ടാവുക. നിങ്ങളൊരു കേരളക്കാരനാണെന്നുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം ഉണ്ടാവുക ആരായിരിക്കും? കശ്മീരിൽ നിന്നും കന്യാകുമാരിയിൽ നിന്നും ഡൽഹിയിൽ നിന്നും അതുപോലെ തന്നെ ഹരിയാനയിൽ നിന്നും അതുപോലെ തെലങ്കാനയിൽ നിന്നും ലിറ്ററലി കശ്മീർ തൊട്ട് കന്യാകുമാരി വരെ വരുന്ന ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ കുട്ടികളായിരിക്കും, വിവിധ ഭാഷകൾ സംസാരിക്കുന്ന, വിവിധ കൾച്ചറിൽ നിന്ന് വരുന്ന അത്തരത്തിലുള്ള ആൾക്കാരോടൊപ്പം ആയിരിക്കും നിങ്ങൾ ക്ലാസ് റൂമുകൾ പങ്കിടുക എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ ഒരുപാട് പ്ലേസ്മെൻറ്റ് ട്രെയിനിങ്ങുകളും സപ്പോർട്ടും സെൻട്രൽ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം എന്തൊക്കെയാണ് നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് അവൈറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഏറ്റവും മികച്ച അധ്യാപകരുടെ ശിക്ഷണത്തിൽ, ഏറ്റവും കുറഞ്ഞ ഫീസിൽ, ഏറ്റവും മികച്ച ക്വാളിറ്റി വിദ്യാഭ്യാസം നേടിക്കൊണ്ട് മികച്ച സൗകര്യങ്ങളോടുകൂടെ ഏറ്റവും നല്ല സ്കോളറായിട്ട് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ ഡൈവേഴ്സായിട്ടുള്ള ഒരുപാട് എക്സ്പോഷേഴ്സും എക്സ്പീരിയൻസും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും സെൻട്രൽ യൂണിവേഴ്സിറ്റി നിങ്ങളെ അവൈറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. ഞാൻ ഡയറക്റ്റ്ലി സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പോവാണ്. ഞാനിവിടെ പറയുന്നത് ഒരു CUTൻ്റെ ഒരു ടൈം ലൈനാണ്. നിങ്ങൾ CUT എക്സാമിന് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്ത് എക്സാം എഴുതി നിങ്ങൾ അഡ്മിഷൻ കിട്ടുന്നത് വരെയുള്ള ഒരു പ്രൊസീജിയറാണ്. അതിൻ്റെ ഒരു ഷോർട്ട് ടൈം ലൈനാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ നോക്കുക സ്ക്രീനിൽ. നിങ്ങൾ ആദ്യം ഒബ്വിയസ്ലി നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. ശേഷം അപ്ലിക്കേഷൻ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നു. സാധാരണയായിട്ട് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് അപ്ലിക്കേഷൻ വിളിക്കുക. അപ്പോൾ നിങ്ങളുടെ ബോർഡ് എക്സാമും ആയിരിക്കും. അതിനിടയിൽ നിങ്ങൾ മറന്നു പോകരുത്. പിന്നെ അതിനുശേഷം അപ്ലിക്കേഷന് ശേഷം എന്തെങ്കിലും കറക്ഷൻസ് അപ്ലിക്കേഷനിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്ന സമയത്ത് കറക്ഷൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ബേസിക് ഡീറ്റെയിൽസ് അല്ലാത്ത എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് തിരുത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കറക്ഷൻ വിൻഡോയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പാണ്. നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 2-3 സിറ്റികൾ, സെൻറ്ററുകൾ നിങ്ങൾക്ക് പ്രിഫറൻസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ജില്ലയിലും തൊട്ടടുത്ത ജില്ലകളിലായിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. അതിൽ എവിടെയാണ് നിങ്ങൾക്ക് സെൻറ്റർ കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പിലൂടെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുക. പിന്നീട് നിങ്ങൾ എക്സാമിന് മുമ്പ് അഡ്മിറ്റ് കാർഡ് വരും. നിങ്ങൾക്ക് എവിടെ വെച്ചായിരിക്കും എക്സാമിനേഷൻ ഉണ്ടാവുക, അതുപോലെ തന്നെ എത്ര ടൈമിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം, ഏതൊക്കെ പേപ്പറുകൾ ഏതൊക്കെ ടൈമിലാണ് ഉണ്ടാവുക, അതുപോലെ തന്നെ അവസാനമായിട്ട് നിങ്ങൾ എത്തിപ്പെടേണ്ടുന്ന എക്സാം ഹോളിലോട്ട് എത്തിപ്പെടേണ്ട ടൈം, ഗേറ്റ് ക്ലോസിങ് ടൈം എപ്പോഴായിരിക്കും, ഇത്തരം കാര്യങ്ങളാണ് അഡ്മിറ്റ് കാർഡിൽ ഉണ്ടാവുക. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ്റെ ഒരു അഡ്രസ്സ് എവിടെ വെച്ചിട്ടാണ് നടക്കുക എന്നുള്ളതും നിങ്ങൾ അഡ്മിറ്റ് കാർഡിലാണ് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. അതുപോലെ തന്നെ എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുന്നു, നിങ്ങൾ എക്സാമിനേഷൻ എഴുതുന്നു. ശേഷം ഒരു 2-3 ആഴ്ചകൾക്ക് ശേഷം
അതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ റിലീസ് ചെയ്യും. താൽക്കാലികമായിട്ടുള്ള ആൻസർ കീ ആണ്. ചിലപ്പോൾ അതിൽ തെറ്റുകളുണ്ടാവാം. തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താനായിട്ട് ആൻസർ കീ ചലഞ്ചിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ശേഷം ഫൈനലായിട്ടൊരു ആൻസർ കീ സബ്ജക്റ്റ് എക്സ്പേർട്സ് കൂടിയിരുന്നു കൊണ്ട് എന്തെങ്കിലും തെറ്റുകൾ ആൻസർ കീയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഫൈനലായിട്ടുള്ളൊരു ആൻസർ കീ റിലീസ് ചെയ്യും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഫൈനലായിട്ട് റിസൾട്ട് പ്രഖ്യാപിക്കുകയും നിങ്ങൾക്ക് സ്കോർ കാർഡ് ഓരോ വിഷയത്തിലും എത്ര സ്കോർ ചെയ്തു എന്നുള്ളത് സ്കോർ കാർഡ് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് അപ്ലൈ ചെയ്ത് എക്സാം എഴുതി സ്കോർ കാർഡ് റിസൾട്ട് വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അഡ്മിഷൻ തരില്ല എന്നുള്ളതാണ്. നിങ്ങൾ റിസൾട്ട് വന്നതിന് ശേഷം സ്കോർ കാർഡ് വെച്ചുകൊണ്ട് ഓരോ യൂണിവേഴ്സിറ്റികൾക്കും എഗെയിനിസ്റ്റ് ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് അങ്ങനെ നിങ്ങൾ അഡ്മിഷൻ ഉറപ്പാക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിലൊരു കൗൺസിലിംഗ് പ്രൊസീജിയർ ഉണ്ട്. CSAS കോമൺ സീറ്റ് അലൊക്കേഷൻ സിസ്റ്റം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പേര്. ബാക്കിയുള്ള എല്ലാ യൂണിവേഴ്സിറ്റീസും അവരുടെ വെബ്സൈറ്റ് ത്രൂ ആണ് അഡ്മിഷൻ കൗൺസിലിംഗ് നടക്കുക. അവർ ഓപ്പൺ ആവുന്ന സമയത്ത് നമ്മൾ വെബ്സൈറ്റ് ത്രൂ അപ്ലൈ ചെയ്യുക നമ്മുടെ സ്കോർ കാർഡ് വെച്ചുകൊണ്ട്. എന്നിരുന്നാൽ മാത്രമാണ് നമുക്ക് ഓരോ യൂണിവേഴ്സിറ്റിയും അഡ്മിഷൻ തരിക. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്, നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതി സ്കോർ കാർഡ് വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു യൂണിവേഴ്സിറ്റിയിലും അഡ്മിഷൻ കിട്ടില്ല. നിങ്ങൾ അതത് യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾ കൗൺസിലിംഗ് പ്രൊസീജിയറിൽ പങ്കെടുക്കണം എന്നുള്ളത് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. സോ മൂവിങ് ടു നെക്സ്റ്റ് സ്ലൈഡ്. നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വെബ്സൈറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ എപ്പോഴാണ് എക്സാമിനേഷൻ നടക്കുക എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. ഏപ്രിൽ അവസാനം അല്ലെങ്കിൽ മെയ് അവസാനമായിരിക്കും നിങ്ങളുടെ എക്സാമിനേഷൻ ഉണ്ടാവുക. 2026 ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വെബ്സൈറ്റുകളാണ് www.CUET.NTA.NIC.in എന്നുള്ളത് നിലവിലെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് CUETൻ്റെ, നിങ്ങൾ നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ CUET നടത്തുന്ന ഒരു ഏജൻസി എന്ന് പറയുന്നത്, എക്സാം നടത്തുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. അതിൻ്റെ ഒരു വെബ്സൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് അല്ല. ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. CUET.NTA.NIC.in എന്നുള്ളതാണ്. എക്സാമിനേഷൻ 2026 ഏപ്രിൽ അവസാനം അല്ലെങ്കിൽ മെയ് ഫസ്റ്റ് വീക്കിലായിട്ട് നടക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി നമ്മൾ എക്സാമിൻ്റെ പാറ്റേൺ എന്താണ്, ടെസ്റ്റ് പാറ്റേൺ എന്താണെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. അതായത് നിങ്ങളൊരു കമ്പ്യൂട്ടർ ഹാളിൽ പോയിട്ട് കമ്പ്യൂട്ടർ ഉണ്ടാവും, അതുപോലെ തന്നെ കീബോർഡും മൗസും ഉണ്ടാവും. അപ്പോൾ സ്ക്രീനിൽ ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും തെളിഞ്ഞു വരും. അപ്പോൾ റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾ മൗസ് ഉപയോഗിച്ചിട്ട് സെലക്ട് ചെയ്യാണ് വേണ്ടത്. അതിനെയാണ് CBT മോഡലിലെ എക്സാം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോർഡ് എക്സാമിനൊക്കെ സാധാരണയായിട്ട് ശീലിച്ചു വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ വിവരിച്ചുത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ് അല്ലേ. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ റോങ് ആയിട്ടുള്ള 3 ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് റൈറ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം ചൂസ് ചെയ്യുക എന്നുള്ളതാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. MCQs ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. പിന്നെ എക്സാം നിങ്ങൾക്ക് 13 ഭാഷകളിലായിട്ട്, ഇംഗ്ലീഷും മലയാളം അടക്കം 13 ഭാഷകളിലായിട്ട് എൻ്റെ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ നിങ്ങൾ നിർബന്ധമായിട്ടും ഇംഗ്ലീഷിൽ തന്നെ എഴുതുക. കാര്യം മലയാളം പോലെയുള്ള ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള പേപ്പേഴ്സിൽ എന്തെങ്കിലും എറേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ ഫൈനലായിട്ട് കൺസിഡർ ചെയ്യുക ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ സിലബസ് വരുന്ന എക്സാമിൻ്റെ അതിലോട്ട് നമ്മൾ പോകും. 3 സെക്ഷനായിട്ടാണ് എക്സാമിൻ്റെ പേപ്പേഴ്സും അതുപോലെ തന്നെ സിലബസ് കാര്യങ്ങൾ വരുന്നത്. അതിലോട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഏതൊക്കെ സബ്ജക്റ്റുകളാണ്, ഏതൊക്കെ പേപ്പേഴ്സാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിലോട്ട് നമുക്കത് പോവാം. നിങ്ങൾക്കറിയാം സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3 അങ്ങനെ 3 സെക്ഷൻസാണുള്ളത് എക്സാമിന് വേണ്ടിയിട്ട്. സെക്ഷൻ 1 ലാംഗ്വേജിലോട്ട് വരുന്ന സമയത്ത് ലാംഗ്വേജാണ്, അതിൽ നിങ്ങൾ ഇംഗ്ലീഷ് തന്നെ എഴുതുക. കാര്യം മലയാളത്തിലോട്ട് പോകുന്ന സമയത്ത് ഗ്രാമർ കാര്യങ്ങളൊക്കെ നിങ്ങൾ പുതുതായി പഠിക്കേണ്ടി വരും. കുറച്ചും കൂടെ ടഫായിരിക്കും അത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജ് നിങ്ങൾ ചൂസ് ചെയ്യുക. അതിൽ റീഡിങ് കോംപ്രിഹെൻഷൻ, അതുപോലെ തന്നെ സിനോണിംസ്, ആൻറ്റോണിംസ്, വൊക്കാബുലറി, ഇഡിയംസ്, ഫ്രേസസ്, അതുപോലെ തന്നെ പ്രിപ്പോസിഷൻ, അഡ്ജക്റ്റീവ്സ്, ആഡ്വേർബ്സ് തുടങ്ങി ടെൻസസ്, റിപ്പോർട്ടഡ് സ്പീച്ച്, വോയിസസ് തുടങ്ങി അങ്ങനെ ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളും പാരജമ്പിൾസ്, അതുപോലെ തന്നെ സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ് തുടങ്ങി റീഡിങ് കോംപ്രിഹെൻഷൻ പോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇംഗ്ലീഷിൽ ചോദിക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി സെക്ഷൻ 2 എന്ന് പറയുന്നത് ഡൊമെയിൻ സബ്ജക്റ്റുകളാണ്. ഡൊമെയിൻ സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് നിങ്ങൾ +2 നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റുകളാണ്. അതായത് നിങ്ങളൊരു
സയൻസുകാരനാണെന്നുണ്ടെങ്കിൽ അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടാവും. അതിൽ ഏതെങ്കിലും 3 വിഷയങ്ങളാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. 3 മാത്രം മതി. പിന്നെ അതുപോലെ കൊമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് ഉണ്ടാവും. അതിൽ ഏതെങ്കിലും 3 നിങ്ങൾക്ക് വേണ്ടുന്ന കോഴ്സും യൂണിവേഴ്സിറ്റീസും അനുസരിച്ചിട്ട് 3 ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം ഹ്യൂമാനിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ പല സബ്ജക്ട് കോമ്പിനേഷൻസ് ആണ് വരുന്നത്. ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ജിയോഗ്രഫി, ജിയോളജി, മാസ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ സോഷ്യൽ വർക്ക്, സൈക്കോളജി തുടങ്ങി പല സബ്ജക്ട് കോമ്പിനേഷൻസ് ആണ് വരുന്നത്. നിങ്ങൾക്ക് ഏത് കോഴ്സാണ് വേണ്ടത്, ഏത് യൂണിവേഴ്സിറ്റിയിലുള്ളതാണ് ആ കോഴ്സ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്, അത് പ്രകാരം നിങ്ങൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് 3 ഡൊമൈൻ സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യുക. ഈ ഡൊമൈൻ സബ്ജക്റ്റ് ഭാഗത്തിൻ്റെ സിലബസ് എന്ന് പറയുന്നത് +2 NCERT ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ്. +1 ഇല്ല, +2 മാത്രമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി സെക്ഷൻ 3 പോകുന്ന സമയത്ത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്, GAT ആണ്. അതായത് ഒരു സിംഗിൾ പേപ്പറാണ്. ജനറൽ നോളജ് ഉണ്ടാവും അതിൽ, അതുപോലെ തന്നെ കറണ്ട് അഫെയർസ് ഉണ്ടാവും, GK ഉണ്ടാവും, അതുപോലെ തന്നെ കറണ്ട് അഫെയർസ് ആനുകാലികമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അതായത് 10th വരെ പഠിച്ചിട്ടുള്ള മാത്സും 11th കുറച്ച് മോഡേൺ മാത്സും കൂടി ചേർന്നുകൊണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവും. പിന്നെ അതുപോലെ ലോജിക്കൽ റീസണിങ് ആണ് ഉണ്ടാവുക. നിങ്ങൾ +2 ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ കോൺസെപ്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ബ്ലഡ് റിലേഷൻ, കോഡിങ് ആൻഡ് ഡീകോഡിങ്, പിന്നെ സിലോജിസം, വെൻ ഡയഗ്രാം, ഡിസ്റ്റൻസ് ആൻഡ് ഡിറക്ഷൻ, മിറർ ആൻഡ് വാട്ടർ ഇമേജസ് തുടങ്ങിയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകൾ അടങ്ങിയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ്. അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, ഒരാൾക്ക് മാക്സിമം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു പേപ്പേഴ്സ് എന്ന് പറയുന്നത് 5 പേപ്പേഴ്സാണ്. 5 പേപ്പേഴ്സ് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ കോഴ്സും യൂണിവേഴ്സിറ്റിക്കും അനുസരിച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതെങ്ങനെയാണ് നമ്മൾ നോക്കുക എന്നുള്ളത് നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ നമ്മൾ നോക്കും. നിങ്ങൾ നിർബന്ധമായിട്ടും ലാംഗ്വേജിൽ ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും എഴുതുക. അതുപോലെ തന്നെ ഡൊമൈൻ സബ്ജക്റ്റ് നിങ്ങൾക്ക് വേണ്ടുന്ന കോഴ്സും യൂണിവേഴ്സിറ്റിക്കും അനുസരിച്ചിട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മൂവിങ് ടു നെക്സ്റ്റ് സ്ലൈഡ്. ഇനി എവിടെയൊക്കെയാണ് എക്സാം സെൻറ്ററുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം കേരളത്തിൽ 17 സെൻറ്ററുകൾ ഉണ്ടായിരുന്നു. ഓരോ ജില്ലയിലും ഓരോ സെൻറ്ററുകൾ ഉണ്ടായിരുന്നു. ചില ജില്ലകളിൽ 1-ലധികം സെൻറ്ററുകളുള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ ഇനി എക്സാമിലോട്ട് പോകുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു 3 സെക്ഷനായിട്ടാണ് എക്സാമിൻ്റെ പേപ്പേഴ്സ് വരുന്നത്. ലാംഗ്വേജ് ഉണ്ട്, ഡൊമൈൻ സബ്ജക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് GAT ഉണ്ട്. ഇതിൽ എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇവിടെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ലാംഗ്വേജ് നിങ്ങൾ ഇംഗ്ലീഷ് എഴുതുന്നു, കൺഫേം ചെയ്യുന്നു. പിന്നെ ഡൊമൈൻ സബ്ജക്റ്റിൽ നിങ്ങൾ 3 ഡൊമൈൻ സബ്ജക്റ്റ് എഴുതുന്നു. പിന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് 4 ഏരിയാസ് എന്നാണ് ക്വസ്റ്റ്യൻസ് വരിക. ജനറൽ നോളജ്, കറണ്ട് അഫെയർസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ റീസണിങ് ആണ്. അതുപോലെ ഓരോ വിഷയങ്ങളിലും നിങ്ങൾക്ക് 50 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ലാംഗ്വേജ് ആവട്ടെ, ഓരോ ഡൊമൈൻ പേപ്പേഴ്സ് ആയിക്കോട്ടെ, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആയിക്കോട്ടെ, 50 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 1 മണിക്കൂർ ടൈം അഥവാ 60 മിനിറ്റാണ് നിങ്ങൾക്ക് എക്സാമിന് ടൈം ഉണ്ടാവുക എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇനി നമ്മൾ എക്സാമിൻ്റെ മാർക്കിംഗ് സ്കീമിലോട്ട് പോവുകയാണ്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവോ? ഒരു ഉത്തരം ശരിയാക്കി കഴിഞ്ഞാൽ എത്രയാണ് നമുക്ക് നോക്കാം. ഒരു ഉത്തരം ശരിയാക്കി കഴിഞ്ഞാൽ 5 മാർക്കാണ്. ഒരു ഉത്തരം തെറ്റിച്ച് കഴിഞ്ഞാൽ -1 നെഗറ്റീവ് മാർക്കിങ്ങും വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു വിഷയത്തിൽ 50 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പം 50 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന സമയത്ത് ഒരു ഉത്തരം ശരിയാക്കി കഴിഞ്ഞാൽ 5 മാർക്കാണ്. അപ്പോൾ 50 × 5 250 ലാംഗ്വേജ് പേപ്പർ ഉണ്ടാവുക. ഓരോ ഡൊമൈൻ പേപ്പേഴ്സും 50 × 5 എന്ന് പറയുമ്പോൾ 250 ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും 50 ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് 250 ഉണ്ടാവുക. നിങ്ങൾ ഒരു ലാംഗ്വേജും 3 ഡൊമൈനും അതുപോലെ തന്നെ ഒരു ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും നിങ്ങൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 1250 സ്കോർ ഉണ്ടാവുക. ഔട്ട് ഓഫ് കഴിഞ്ഞ വർഷം ഓൾ ഇന്ത്യ ലെവലിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയിട്ടുള്ള കുട്ടി എന്ന് പറയുന്നത് 1250 1226 മാർക്കാണ് വാങ്ങിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു ലെവലിലാണ് കോമ്പറ്റീഷൻ പോകുന്നത് എന്നുള്ളതും ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി എങ്ങനെയാണ് നിങ്ങളുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്, നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. പല കുട്ടികളും ഇതിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കും. എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക, ഔട്ട് ഓഫ് സ്ക്രാച്ച് ഒന്നുമില്ലായ്മയിൽ എങ്ങനെയാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങൾ ഫസ്റ്റ് ചെയ്യാനുള്ളത് നിങ്ങൾ ഏത് കോഴ്സാണ് ഡിഗ്രി തലത്തിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളത് ഫിക്സ് ചെയ്യുക. ആ കാര്യം ചൂസ് ചെയ്യുക, ഉറപ്പിക്കുക. അത് കൺഫേം ചെയ്ത ശേഷം ആ കോഴ്സ് ഏതൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്,
അതിൽ ഏതൊക്കെ സ്പെഷ്യലൈസേഷനാണ് ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നത്, എത്ര സീറ്റുകളുണ്ട്, അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് മാനുവലി നിങ്ങൾ വെബ്സൈറ്റിൽ പോയി ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഹെർക്കുലിയസ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. പക്ഷേ ഇതിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫ്രീ ആയിട്ട് ഒരു അഡ്മിഷൻ ഗൈഡ് 2026 CUET വേണ്ടിയിട്ടുള്ള ഒരു അഡ്മിഷൻ ഗൈഡ് തയ്യാറാക്കിയിട്ടുണ്ട്, ഒരു പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ PDF നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ കാണുന്ന പോലെ PDF, ഇപ്പം BCom ആയിക്കോട്ടെ, BBA ആയിക്കോട്ടെ, നിങ്ങൾ സയൻസ് വിഷയങ്ങളായിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളായിക്കോട്ടെ, ഓരോ കോഴ്സുകളും ഏതൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അത് ഏത് സ്പെഷ്യലൈസേഷനിലാണ്, എത്ര സീറ്റുകളാണ് ഓരോ യൂണിവേഴ്സിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യാനുള്ളത്, നിങ്ങൾ ഡിഗ്രി തലത്തിൽ ഏത് കോഴ്സാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ചെയ്യാൻ പോകുന്നതെന്ന് ഉറപ്പിക്കുക. ശേഷം ആ കോഴ്സുകൾ ഏതൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ സ്പെഷ്യലൈസേഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, എത്ര സീറ്റുകളുണ്ട്, ഈ കാര്യങ്ങൾ ഈ ഒരു PDF വഴി നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ ഒരു PDFൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുക്കുക, ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾ കോഴ്സ് തീരുമാനിച്ചു, ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് ആ കോഴ്സ് സെൻട്രൽ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ്, ഏതൊക്കെ പേപ്പേഴ്സാണ് നിങ്ങൾ എഴുതേണ്ടത് ഓരോ യൂണിവേഴ്സിറ്റിക്കും എഗെയിൻസ്റ്റ് ആയിട്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ പേപ്പറുകൾ, നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോകുന്ന പേപ്പറുകൾ നിശ്ചയിച്ചുറപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലാംഗ്വേജിൽ എന്തായാലും നിങ്ങൾ ഇംഗ്ലീഷ് എഴുതുക, അതുപോലെ തന്നെ ജനറൽ ടെസ്റ്റ് നിങ്ങൾ എന്തായാലും എഴുതുക, അതുപോലെ തന്നെ ഡൊമൈനിൽ ഏതൊക്കെ വിഷയങ്ങളാണ് വേണ്ടതെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള PDF നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യാനുള്ള ഒരു കാര്യം. ആദ്യം നിങ്ങൾ കോഴ്സും യൂണിവേഴ്സിറ്റികളും അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസും നിശ്ചയിച്ച് മനസ്സിലാക്കി ശേഷം നിങ്ങൾ ഏതൊക്കെ പേപ്പേഴ്സാണ്, സബ്ജക്റ്റുകളാണ് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അത് നിങ്ങൾ ഉറപ്പിച്ചു. അപ്പോൾ നിങ്ങൾ പ്രിപ്പറേഷൻ കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന് മുമ്പായി നിങ്ങൾ ചെയ്യാനുള്ളത്, നിങ്ങൾ ഈ ഓരോ 5 വിഷയങ്ങളിലെയും സിലബസ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നിങ്ങൾ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. അതായത് ഇവിടെ ഇംഗ്ലീഷ് അതുപോലെ തന്നെ ലാംഗ്വേജ് പേപ്പേഴ്സിൻ്റെ ഓരോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസാണ്. ഓരോ പേപ്പേഴ്സിൻ്റെയും സിലബസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ സിലബസ് നോക്കുക ഓരോ വിഷയങ്ങളുടെയും എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നിങ്ങൾ കോഴ്സ് നിശ്ചയിച്ചുറപ്പിച്ചു, ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് നോക്കി അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ 5 വിഷയങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുത്തു. ശേഷം നിങ്ങൾ ഓരോ വിഷയങ്ങളുടെയും സിലബസ് കൃത്യമായിട്ട് പരിശോധിച്ച് മനസ്സിലാക്കി. ഇനി നിങ്ങൾ ചെയ്യാനുള്ളത്, കഴിഞ്ഞ വർഷങ്ങളിലെ 2022 CUET എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, 2023 2024 ഈ കഴിഞ്ഞ 2025 എക്സാമിനേഷൻ നടന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ പറ്റുമെങ്കിൽ വെബ്സൈറ്റിൽ കാര്യങ്ങളിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ അല്ല അങ്ങനെയൊന്നും. പക്ഷേ നിങ്ങൾ നമ്മുടെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി 50-ലധികം വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓരോ സബ്ജക്റ്റിലും അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അപ്പോൾ 2022 2023 2024 2025 ഓരോ വിഷയങ്ങളിലെയും ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് നോക്കുക. അപ്പം എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത് അതിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ, ഏത് പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ഏതൊക്കെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, മാച്ച് ദ ഫോളോയിങ് ഉണ്ടോ, ഫിൽ ഇൻ ദ ബ്ലാങ്ക് ഉണ്ടോ, റീസണിങ് ആൻഡ് അസേഷൻ ഉണ്ടോ, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടോ, ക്രോണോളജി ആൻഡ് ടൈം ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടോ, അത്തരം കാര്യങ്ങളും അതിൻ്റെ ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഞങ്ങളിവിടെ സ്റ്റുഡൻസിന് കൊടുക്കാറുള്ളത് ഒരു ട്രെൻഡ് അനലൈസർ ആണ്. അതായത് ഇപ്പോൾ ഇംഗ്ലീഷ് എന്നുള്ള ഒരു വിഷയത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു 50 പേപ്പേഴ്സാണ് ഞങ്ങളുടെ അടുത്ത് ഉണ്ടാവുക. അതിൽ ഏതൊക്കെ വിഷയങ്ങൾ എന്ന് ചോദിച്ചിട്ടുണ്ട്, എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു ട്രെൻഡ് അനലൈസറാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഓരോ വിഷയങ്ങളിലും ഓരോ വർഷവും എത്ര ക്വസ്റ്റ്യൻസ് വെച്ച് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതും നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നിങ്ങൾ ചെയ്യാനുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കഴിഞ്ഞ 4 വർഷങ്ങളിലെ ഓരോ സബ്ജക്റ്റിലെയും ഓരോന്ന് വെച്ചിട്ട് നിങ്ങൾ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ചെയ്യാനുള്ളത് ഓരോ ചാപ്റ്റേഴ്സും ഓരോ വിഷയങ്ങളിലെയും ഓരോ ചാപ്റ്റേഴ്സും വളരെ മെറ്റിക്കുലസ്ലി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോകുക എന്നുള്ളതാണ്. നിങ്ങൾ ഡൊമൈൻ സബ്ജക്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ NCERT കൂടെ പഠിച്ചു പോവുക, വേർഡ് ബൈ വേർഡ് ലൈൻ ബൈ ലൈൻ ആയിട്ട് പോകുക എന്നുള്ളതാണ്. അങ്ങനെ ഓരോ ചാപ്റ്റേഴ്സും നിങ്ങൾ കോൺസെപ്ഷൻ ലെവലിൽ നോളജ് ലെവൽ ഓക്കെ ആയി എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ആ ഒരു രീതിയിൽ നിങ്ങൾ മാസ്റ്റർ ചെയ്യുക ഓരോ ചാപ്റ്ററും എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, ഇനി
ഓരോ ചാപ്റ്റേഴ്സും നിങ്ങൾ വളരെ കൃത്യമായിട്ട് കോൺസെപ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ അത് റിവൈസ് ചെയ്യാൻ നിങ്ങൾ നോട്ട്സ് കാര്യങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോട്ട്സ് വായിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ ഞങ്ങളിപ്പം ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിനാണ് ഓൾറെഡി ഫാക്കൽറ്റീസ് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് കുട്ടികൾക്ക് നോട്ട്സ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ മതി. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട്സ് കാര്യങ്ങൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുകയും വായിക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ആ നോട്ടുകൾ സ്പേസ്ഡ് റിപ്പീറ്റേഷൻ, അതായത് ഇന്ന് ഞാൻ വായിക്കുന്നു, പിന്നെ നാളെയും ഒന്ന് റിവൈസ് ചെയ്യുന്നു, പിന്നെ അടുത്ത ആഴ്ച റിവൈസ് ചെയ്യുന്നു, അടുത്ത മാസം റിവൈസ് ചെയ്യുന്നു. അങ്ങനെ സ്പേസ്ഡ് റിപ്പീറ്റേഷനിലൂടെ ആ ഒരു ഓർമ്മ നിലനിർത്തുക, റീകോൾ എളുപ്പമാവാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ നോട്ട്സും നോക്കി ശേഷം ഇനി നിങ്ങൾ ചെയ്യാനുള്ളത്, നിങ്ങൾ ക്ലാസ് കേട്ടു, അതുപോലെ തന്നെ ആ നോളജ് ലെവൽ ഓക്കെ ആയി, കോൺസെപ്റ്റ് ക്ലിയർ ആണ്, ശേഷം നിങ്ങൾ നോട്ട്സ് കാര്യങ്ങൾ വെച്ചിട്ട് റിവൈസ് ചെയ്യുന്നു. ശേഷം നിങ്ങളുടെ നോളജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എത്രത്തോളം അതിൽ ക്ലിയർ ആണ് എന്ന് സ്വയം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷങ്ങളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള ഓരോ ചാപ്റ്റേഴ്സിലെയും ക്വസ്റ്റ്യൻസ്, അതായത് സെക്ഷണൽസ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ വേറെ മോഡൽ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള പ്രാക്ടീസ് ടെസ്റ്റുകളും നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. ഞങ്ങളുടെ ആപ്പിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു ഇൻ്റർഫേസിലാണ് ഉണ്ടാവുക. നിങ്ങൾക്കത് വളരെ എളുപ്പത്തിൽ വളരെ നല്ല ഇൻ്റർഫേസോടുകൂടെ അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാനുള്ളത്, അതിനു മുമ്പായിട്ട് ആസ് മച്ച് ആസ് PYQs നിങ്ങൾ സോൾവ് ചെയ്യുക. എത്രത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണോ അത്രത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു എക്സാമിൻ്റെ ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെ നമുക്ക് ആ ഒരു ട്രെൻഡ്, അതിൻ്റെ ഒരു പൾസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. ഒരിക്കലും ഈ ഒരു ഭാഗം നിങ്ങൾ മിസ് ഔട്ട് ചെയ്യരുതെന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. ഓക്കെ. ഇനി ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാനുള്ളത് മോക്ക് ടെസ്റ്റ്, നിങ്ങളുടെ റിയൽ CUT എക്സാമിനേഷൻ എങ്ങനെയാണോ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതേ ഇൻ്റർഫേസിൽ അതേ എക്സ്പീരിയൻസോടുകൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന മോക്ക് ടെസ്റ്റുകൾ ക്വാളിറ്റിയിലുള്ളത്, അതും ഈസി, മോഡറേറ്റ്, ഡിഫിക്കൽട്ടി ലെവലിലുള്ള മോക്ക് എക്സാമുകൾ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. CUT എക്സാമിനേഷൻ നടക്കുക ഇങ്ങനൊരു ഇൻ്റർഫേസിലായിരിക്കും. നിങ്ങളിവിടെ കാണുന്നത് പോലെ ഇങ്ങനൊരു ഇൻ്റർഫേസിലായിരിക്കും. ഇതേ ഇൻ്റർഫേസിലാണ് നിങ്ങൾ ആപ്പിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മെൻറ്ററിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സബ്ജക്റ്റിൽ കുറഞ്ഞത് 5 മോക്കെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും എടുത്തിരിക്കണം എന്നുള്ളതും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ PYQസിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ എക്സാമിനെ കുറിച്ച് മനസ്സിലാക്കി, നിങ്ങൾ ഏത് കോഴ്സാണ് എടുക്കേണ്ടതെന്ന് മനസ്സിലാക്കി നിശ്ചയിച്ചു, അതിൻ്റെ എലിജിബിലിറ്റീസും ക്രൈറ്റീരിയാസൊക്കെ മനസ്സിലാക്കിയിട്ട് അതുപ്രകാരം നിങ്ങൾ ഓരോ പേപ്പേഴ്സ് അല്ലെങ്കിൽ സബ്ജക്റ്റുകൾ തിരഞ്ഞെടുത്തു. ശേഷം ഓരോ ചാപ്റ്റേഴ്സും ഓരോ വിഷയങ്ങളുടെയും ഓരോ ചാപ്റ്റേഴ്സ് നിങ്ങൾ മാസ്റ്റർ ചെയ്യുന്നു. നിങ്ങൾ നോട്ട്സ് കാര്യങ്ങൾ വെച്ചിട്ട് റിവൈസ് ചെയ്യുന്നു. ശേഷം നിങ്ങളുടെ നോളജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്ഷണൽസും അതുപോലെ തന്നെ പ്രാക്ടീസ് ടെസ്റ്റുകൾ എടുക്കുന്നു. പിന്നെ മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുന്നു. ശേഷം ഫുൾ ലെങ്തിലുള്ള മോക്ക് ടെസ്റ്റും എടുത്തു കഴിഞ്ഞാൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ ഒരു എക്സാമിനേഷൻ. കഴിഞ്ഞ വർഷങ്ങളിൽ എഴുതിയിട്ടില്ല, ഇതിലെ റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള, ഇതിലെ എക്സ്പെർട്ടൈസുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ മെൻറ്റർഷിപ്പ് സ്വീകരിക്കുക എന്നുള്ളത്. അപ്പോൾ എവിടെയാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം വരുന്നത്? എങ്ങനെയാണ് എക്സാമിൽ ഒരു എക്സ്പേർട്ട് എന്ന് പറയുന്നത് ആ വിഷയങ്ങളിൽ മുമ്പേ കടന്നു പോയിട്ടുള്ള ആളായിരിക്കും. അയാൾ നിരവധി തെറ്റുകൾ വരുത്തിയിട്ടുണ്ടാവും. ആ തെറ്റുകൾ വരുത്താൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാർ അനുവദിക്കില്ല എന്നുള്ളതാണ്. അപ്പം ഒരുപാട് ടൈം സേവിങ് ആണ് അവിടെ നടക്കുക എന്നുള്ളതും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നിങ്ങളുടെ എക്സാമിനേഷൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. കാര്യങ്ങൾ മനസ്സിലായി എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. കഴിഞ്ഞ വർഷം CUT UG 2025 2 ഓൾ ഇന്ത്യ റാങ്കുകളാണ് ഞങ്ങളുടെ കുട്ടികൾ കരസ്ഥമാക്കിയത്. നിവേദ മറിയം രാജീവ് ഇംഗ്ലീഷിൽ 241.96 സ്കോറോടുകൂടെ ഓൾ ഇന്ത്യ ലെവൽ ഓൾ ഇന്ത്യ റാങ്ക് 1 സ്കോർ ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാർ CUT എക്സാമിൽ എഴുതുന്ന ഒരു പേപ്പറാണ് ഇംഗ്ലീഷ് എക്സാം. 10 ലക്ഷത്തിന് മുകളിലാണ്. 10 ലക്ഷത്തിൽ ഒന്നാമനാവുക എന്നുള്ളതാണ് നിവേദ മറിയത്തിന് സാധിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കല്യാണി SHും ബയോളജിയിൽ ഓൾ ഇന്ത്യ റാങ്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ പെർഫെക്റ്റ് സ്കോറാണ്. അതുപോലെ തന്നെ 100-ലധികം വരുന്ന ഞങ്ങളുടെ കുട്ടികളും CUT എക്സാമിനേഷനിൽ പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇഫ് യു വാണ്ട് ടു വൺ അമംഗ് ദം, ഞാൻ അവസാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇഫ് യു വാണ്ട് ടു വൺ അമംഗ് ദം ജോയിൻ അവർ മിഷൻ CUT ബാച്ച്. കഴിഞ്ഞ വർഷം കേരളത്തിലെ ഏറ്റവും ടോപ്പ് റിസൾട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ബാച്ചാണ്. നിങ്ങൾ സയൻസ് ആവട്ടെ,
കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ഏത് കോഴ്സിലോട്ടും ഏത് സ്ട്രീമിലോട്ടും ഏത് യൂണിവേഴ്സിറ്റിയാണ് നോക്കുന്നതെങ്കിലും ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾ ഈ ഒരു വെൽക്കം 10 എന്ന് പറയുന്ന ഒരു കോഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ 10% ഓഫറും അവൈലബിൾ ആണ്. ഈ കാണുന്ന നമ്പറിലോട്ട് 7909228688 ഈ ഒരു നമ്പറിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇതിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഫാക്കൾട്ടീസാണ് നിങ്ങളുടെ ക്ലാസ്സസ് എടുക്കുക സബ്ജക്റ്റിൽ. അതുപോലെ തന്നെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടാവും, പേഴ്സണൽ മെൻറ്റർഷിപ്പ് ഉണ്ടാവും. അഡ്മിഷൻ മുതൽ, ആപ്ലിക്കേഷൻ മുതൽ, പ്രിപ്പറേഷൻ മുതൽ അഡ്മിഷൻ വരെ നിങ്ങളുടെ കൂടെ ഈ ഒരു മെൻറ്റേഴ്സ് ഉണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ക്ലാസ് നോട്ടുകളും വാല്യൂ ആഡഡ് നോട്ട്സും ഉണ്ടാവും, പ്രാക്ടീസ് ടെസ്റ്റുകളും മോക്ക് ടെസ്റ്റുകളും ഉണ്ടാവും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും. ഇന്ത്യയിൽ വേറെ ഒരു പ്ലാറ്റ്ഫോമിലും ഇല്ലാത്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഒരു വിഷയത്തിൽ 50-ലധികം വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും. അതിൻ്റെ PYQ ഡിസ്കഷൻ സെഷൻസ് ഫാക്കൾട്ടീസ് തന്നെയാണ് നടത്തുക. അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ടു അഡ്മിഷൻ വരെയുള്ള കംപ്ലീറ്റ് സപ്പോർട്ടും ഈ ഒരു ബാച്ചിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു സ്കൂൾ ഗ്രൂപ്പുകളിലോട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും, എക്സാം എഴുതുന്ന ഫ്രണ്ട്സിലോട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അവസാനം വരെ നിങ്ങൾ വാച്ച് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു എവരി വൺ.